guys, welcome back to my channel. അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷൻ ഓഫ് പ്ലാനേഴ്സിലോട്ട് പോവാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2000 രൂപയ്ക്ക് താഴെയുള്ള പ്ലാനേഴ്സിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ ഡേറ്റഡ് പ്ലാനേഴ്സ് ഉണ്ട്, അൺഡേറ്റഡ് പ്ലാനേഴ്സ് ഉണ്ട്. 2022 പബ്ലിഷ് ആയിട്ടുള്ള എല്ലാ പ്ലാനേഴ്സും ഉണ്ട്. അപ്പം ലിസ്റ്റ് എടുത്ത് വന്നപ്പോൾ നിറയെ പ്ലാനേഴ്സ് ഉണ്ട്. എനിക്ക് തന്നെ ഏകദേശം ഒരു 13 ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഇനി ഏതൊക്കെയാണ് വിട്ടുപോയിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. സോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ റിവ്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ. ഞാനിപ്പോൾ എനിക്ക് കിട്ടിയതിൽ ഞാൻ 13 അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ നമുക്ക് ആദ്യത്തെ പ്ലാനറിലോട്ട് പോവാം. ഓക്കെ, ഒരുപാട് പ്ലാനർ ഉള്ളതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ പകുതിക്ക് വെച്ച് കട്ട് ചെയ്യും. ഇതുവരെ അങ്ങനത്തെ പ്ലാനൊന്നുമില്ല, കാരണം 13 ഉണ്ട്. വീഡിയോ എങ്ങാനും ലോങ് ആവാൻ തോന്നുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് സെക്കൻഡ് പാർട്ടായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് ബോറടിക്കും. ഒരുപാട് ലോങ് വീഡിയോ ആയിക്കഴിഞ്ഞാൽ കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. സോ ഒരുപാട് ലോങ് ആവാൻ തോന്നുകയാണെങ്കിൽ ഞാൻ കട്ട് ചെയ്യും കേട്ടോ. 2000 രൂപയ്ക്ക് താഴെയുള്ള ആദ്യത്തെ പ്ലാനർ wincystationnary.com എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്നാണ്. ഇതിൽ 2 പ്ലാനേഴ്സാണ് കിട്ടുന്നത്. ഹെഡ്ലൈൻ വരുന്നത് 2022 പ്ലാനേഴ്സ് സ്കൈ ആൻഡ് ഓഷ്യൻ ബണ്ടിൽ. ഒറിജിനൽ പ്രൈസ് 1299 റുപ്പീസ്. ഇപ്പോൾ ഓഫർ പ്രൈസിന് 1100 റുപ്പീസിന് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് ലിമിറ്റഡ് എഡിഷൻ ഡിസൈൻ ആണോ എന്ന് പറഞ്ഞിട്ടുണ്ട്. 120 GSM ആണ്. പേപ്പർ നല്ല ക്വാളിറ്റി ഉണ്ട്. ഹാർഡ് കവറാണ് എൻ്റെ കവർ വരുന്നത്. ഇതിൽ 2 പ്ലാനേഴ്സ് വരാൻ കാരണം, ഒന്ന് ജാനുവരി ടു ജൂൺ വരെ സ്കൈ പ്ലാനറായിട്ടും ഓഷ്യൻ കവർ പേജുള്ള ആ ഒരു പ്ലാനർ ജൂലൈ തൊട്ട് ഡിസംബർ വരെ ആയിട്ടുള്ള സെക്ഷനായിട്ടാണ് 2 പ്ലാനേഴ്സ് 6 months ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് 2 പ്ലാനേഴ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടിനും കൂടെയുള്ള പ്രൈസാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇതിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ പേജിലുള്ള നെയിം, ഇയർലി കലണ്ടർ ഉണ്ട്, ഇയർ ഇൻ പിക്സൽസ് ഉണ്ട്, മന്ത്ലി കവർ ഉണ്ട്, മന്ത്ലി കലണ്ടർ, ഹാബിറ്റ് ട്രാക്കർ, ഫിനാൻസ് ട്രാക്കർ, ബ്രെയിൻ ഡംപ് എന്ന് പറയുന്ന സെക്ഷൻ എല്ലാ പ്ലാനേഴ്സിലും ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞതിൽ ഞാൻ 1-2 എങ്ങാണ്ടേ കണ്ടിട്ടുള്ളൂ. 1 line in a day, ഒരു ടൈപ്പ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡാണ് 1 line in a day എന്ന് പറയുന്നത്. അതും എല്ലാ പ്ലാനേഴ്സിലും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വീക്ക്ലി ഓവർവ്യൂ പേജസ്, അത് നല്ലൊരു പേജാണ്. വീക്ക്ലി ഓവർവ്യൂ നമുക്ക് മൊത്തമായിട്ട് ഓവർവ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു പേജ്. ഡെയിലി പ്ലാനർ പേജസ് വിത്ത് മെനി ഫീച്ചേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫോട്ടോസ് ഒന്ന് നോക്കാം. കൊടുത്ത ഫോട്ടോസ് ഇതാണ്. ഫ്രണ്ട് കവർ വരുന്നത് 2 പ്ലാനറിൻ്റെയും. അത് ആദ്യത്തെ സ്കൈയും പിന്നെ ഒന്ന് ഓഷൻ ഡേ ആൻഡ് നൈറ്റ് എന്ന പോലെയുള്ള ഒരു സെക്ഷനായിട്ടുമാണ് അവർ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ രാവിലേക്കൊരു പ്ലാനർ, രാത്രിക്കൊരു പ്ലാനർ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ബട്ട് ഓക്കെ, 6 months കഴിഞ്ഞാൽ നമുക്ക് ഈ ബുക്ക് മാറ്റിവെക്കാം. 2 പ്ലാനറും ഡെയിലി നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ നന്നായിട്ട് അതിൻ്റെ തീമൊക്കെ നന്നായിട്ടുണ്ട്. കളർ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് അവർ പറഞ്ഞ ഇയർലി കലണ്ടർ. ഓക്കെ, വീഡിയോ ആണ്, നമുക്ക് നോക്കാം. ഓക്കെ, വീഡിയോയിൽ അത്ര ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടില്ല. അടുത്ത ഫോട്ടോ നോക്കണ്ടോ. ഇതാണ് ഇയർ ഇൻ പിക്സൽസ്. നമുക്ക് ഇത് വേണമെങ്കിൽ ഹാബിറ്റ് ട്രാക്കറായിട്ടോ യൂസ് ചെയ്യാം. ഹാബിറ്റ് ട്രാക്കർ വേറെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. വായിച്ചോ ഇല്ലെങ്കിൽ നമുക്കിത് ഹാബിറ്റ് ട്രാക്കറായിട്ടോ അല്ലെങ്കിൽ വാട്ടർ ട്രാക്കറായിട്ടോ പിന്നെ അല്ലെങ്കിൽ എക്സസൈസ് ട്രാക്കറായിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇയർ ഇൻ പിക്സൽസ്. ഓക്കെ, അതിൻ്റെ അടുത്ത് നമുക്ക് ജാനുവരിയുടെ ഫസ്റ്റ് കവർ ഫോട്ടോ ഉണ്ട്. നല്ല വൈബ്രൻറ്റ് ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാനറാണ്. ഇതാണ് ഹാബിറ്റ് ട്രാക്കർ. ഹാബിറ്റ് ട്രാക്കർ വേറെ ഉണ്ട്. സോ നമുക്ക് ഇതിലൊന്നും പെടാത്ത വേറെ എന്തെങ്കിലും ട്രാക്ക് ചെയ്യണമെങ്കിൽ, ഫുൾ ഇയർലി വ്യൂ ട്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്കത് എടുക്കാം. ഓക്കെ, ഇതാണ് ഹാബിറ്റ് ട്രാക്കർ. പിന്നെ അതേമാതിരി ഫിനാൻസ് ട്രാക്കർ ഉണ്ട്. അതും ഒരു ഫുൾ പേജ് ഫിനാൻസ് ട്രാക്കർ കൊടുത്തിട്ടുണ്ട്. സോ
നമുക്കൊരു മാസത്തെ മൊത്തം ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഫുൾ പേജ് ഉണ്ട്. അത് നന്നായിട്ടുണ്ട്. ബാക്കി എല്ലാ പ്ലാനേഴ്സിലും ഞാൻ ചെറിയൊരു ബോക്സ് ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇതിലൊരു ഫുൾ പേജ് ഉണ്ട്. നമുക്ക് ഫുൾ കാര്യങ്ങൾ നമുക്ക് ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ, സോ നമുക്ക് അടുത്ത സെക്ഷൻ ഡെയിലി പേജസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. സാറ്റർഡേയുടെ ഫുൾ പേജസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, സൺഡേ ഫുൾ പേജ്, ഒരു ഫുൾ പേജാണ് അവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ടു ഡു സെക്ഷൻ ഉണ്ട്, നോട്ട് സെക്ഷൻ ഉണ്ട്, ഗോൾസ് ഓഫ് ദി ഡേ ഉണ്ട്. നമുക്ക് ടു ഡു ലിസ്റ്റ് നമുക്കിതിൽ ഒരു ലെഫ്റ്റ് സൈഡ് കൊടുക്കാം, റൈറ്റ് സൈഡ് നോട്ട്സ് ആയിട്ട് കൊടുക്കാം. താഴെ നമുക്ക് മെയിൻ ആയിട്ടുള്ള 3 ഗോൾ അന്ന് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് ലിസ്റ്റ് ചെയ്യാം. സോ ഞാൻ പറഞ്ഞ പോലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നമുക്ക് നോട്ട് ഡൗൺ ചെയ്യണം, ഓർമ്മിക്കണം അല്ലെങ്കിൽ നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം എന്നുള്ളവർക്ക് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പ്ലാനറാണ്. നല്ല വലിയൊരു പ്ലാനറാണ് എന്ന് തോന്നുന്നു. കാരണം 6 months ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെ പ്ലാൻ ചെയ്യാനാണ് ഇഷ്ടമുള്ളവരെങ്കിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യാം കേട്ടോ. ഓരോ മന്ത് സ്റ്റാർട്ടിങ്ങിലും അവർ ഓരോ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതാണ് ബ്രെയിൻ ഡംപ് സെക്ഷൻ ആൻഡ് 1 line at a day. നമുക്കിത് ഗ്രാറ്റിറ്റ്യൂഡ് സെക്ഷനായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു ഡേയിൽ നടന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ ഓർമ്മിക്കണം എന്നുണ്ടെങ്കിൽ പിന്നീട് നോക്കാൻ വേണ്ടിയിട്ട് അത് ഇതിൽ എഴുതാം. ഇതാണ് 1 line a day എന്ന് പറയുന്ന സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന വിൻസി സ്റ്റേഷനറിയുടെ പ്ലാനർ. ഇതിൽ എനിക്കൊരു ഐഡിയ ഉള്ളത് കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ കൊടുത്തായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. പിന്നെ ഹാർഡ് ബൗണ്ടാണ്, അതുകൊണ്ട് പെട്ടെന്ന് കേടുവരില്ല. ഞാൻ കൂടുതലും സ്പൈറൽ ബൗണ്ടാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിലും ഹാർഡ് ബൗണ്ട് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഡെയിലി പ്ലാൻ ചെയ്യണം എന്നുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത പ്ലാനറിലോട്ട് പോവാം. അടുത്ത പ്ലാനർ ഹാപ്പി വേഗൻ്റെ ബൊട്ടാണിക്കൽ സ്റ്റോറി 2022 പ്ലാനർ ബൈ ബിന്ദിയ സമീർ എന്ന് പറയുന്ന ഒരാളുടെ പ്ലാനറാണ്. ഫോട്ടോസ് നോക്കൂ, നല്ല ഫ്ലോറൽ ഡിസൈൻസ് ഉള്ള കിളികളും കിളിക്കൂടും മുട്ടയും ഒക്കെ ആയിട്ടുള്ള നല്ല ഒരു ഗാർഡൻ ഒരു ഇഫക്റ്റാണ്. അതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഇഫക്റ്റാണ് പ്ലാനറിൻ്റെ കവർ പേജ് വരുന്നത്. നമുക്ക് ആദ്യം ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ഫോട്ടോസ് നോക്കാം. പ്രൈസ് വരുന്നത് 1299 റുപ്പീസാണ്. ഇപ്പോൾ ഓഫർ പ്രൈസിൽ 999 റുപ്പീസിന് കിട്ടുന്നതാണ്. 300 റുപ്പീസ് നമുക്കിപ്പോൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ സേവ് ചെയ്യാം. ഇതിലെ പേജ് തിക്നെസ് വന്നിട്ട് 120 GSM ആണ്. നല്ല പേപ്പർ ക്വാളിറ്റി ഉണ്ട്. സ്പൈറൽ ബൗണ്ട് ആണ്, അതും ഗോൾഡ് സ്പൈറൽ ബൗണ്ട് ആണ്. ഗോൾഡ് എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. പെൻ ലൂപ്പ് ഉണ്ട്, ബ്ലാക്ക് സ്റ്റീൻ ബുക്ക് മാർക്ക് ഉണ്ട്, പോക്കറ്റ് അറ്റ് ദ ബാക്ക് ഫോർ സ്റ്റോറേജ്. ഗോൾഡ് ഫോയിലാണ് നമുക്ക് ഇയർ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് മെയിൻലി ആയിട്ട് അവരുടെ പ്ലാനേഴ്സിൻ്റെ ഉള്ളിലുള്ളത് സെക്ഷൻ ഫോർ സ്പെഷ്യൽ ഡേറ്റ്സ് ആൻഡ് ഒക്കേഷൻ, നോട്ട്സ്, ഗോൾസ്, വിഷൻ പേജ് ഉണ്ട്, മൈൽ സ്റ്റോൺസ് ഉണ്ട്, ബ്യൂട്ടിഫുൾ കോട്ട്സ് ഫോർ ഈച്ച് മന്ത്, മന്ത്ലി ഗ്രിഡ്, സെക്ഷൻ ഫോർ മന്ത്ലി ഗോൾസ് ആൻഡ് വിഷൻസ്, മന്ത്ലി എക്സ്പെൻസ് ട്രാക്കർ ഉണ്ട്, ഡെയിലി ഗ്രിഡ്സ്, സെക്ഷൻ ഫോർ അക്കംപ്ലിഷ്മെൻറ്റ്സ്. ഒരു അക്കംപ്ലിഷ്മെൻറ്റ് കഴിഞ്ഞൊക്കെ നമുക്ക് നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. ഗോൾസ് മാത്രമല്ല, നമുക്ക് കഴിഞ്ഞത് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. മന്ത്ലി എൻഡ് റിഫ്ലക്ഷൻസ്, എല്ലാ മന്തിൻ്റെയും നമുക്ക് ഒരു റിവ്യൂ പേജ് മാതിരി ഉണ്ട്. അതേമാതിരി തന്നെ എല്ലാ മന്തിൻ്റെയും ആദ്യം നമുക്കൊരു പ്ലാൻ പേജും ഉണ്ട്. അത് കൊള്ളാം. നമുക്ക് ആ പ്ലാനും ബാക്കി മന്തിൻ്റെ ആകുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷനും നമുക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാനുള്ളൊരു സെക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ അവസാനത്തെ എല്ലാ മന്തിൻ്റെ അവസാനം നമുക്ക് ഒരു 2 പേജ് നോട്ട് സെക്ഷൻ അല്ലെങ്കിൽ ഒരു റഫ് പേജ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫോട്ടോസ് നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇതിലൊരു ഫ്ലോറൽ ഗാർഡൻ, ബൊട്ടാണിക്കൽ ഗാർഡൻ ഡിസൈനാണ് വരുന്നത്. ഇതാണ് എലാസ്റ്റിക് ക്ലോഷർ വരുന്നത്. ബാക്കിലുള്ള സ്പേസ് നമ്മൾ എക്സ്ട്രാ പേപ്പേഴ്സൊക്കെ ഇട്ട് വയ്ക്കാനുള്ളൊരു സ്പേസ്. ഓക്കെ, നമുക്കിനി ഇത് വലുതാക്കി നോക്കാം. ഫസ്റ്റ് പേജ് ഇതാണ്. ഞാൻ പറഞ്ഞത് നല്ല ഫ്ലോറൽ, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ളൊരു പേജാണ് കേട്ടോ ഇത്. ഇതാണ് അവർ പറഞ്ഞ മോട്ടിവേഷണൽ കോട്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, സാധാരണ ഇയർലി ഗ്രിഡ്. സ്പെഷ്യൽ ഡേറ്റ്സ് ആൻഡ് ഒക്കേഷൻസ്, നമുക്കിതിൽ ബർത്ത്ഡേയ്സും കല്യാണങ്ങളും അല്ലെങ്കിൽ സ്പെഷ്യൽ എന്തെങ്കിലും ഓർമ്മിക്കണം എന്നുണ്ടെങ്കിൽ ആനിവേഴ്സറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നോട്ട് ടു സെൽഫ്, നമുക്ക്
നമുക്ക് തന്നെ എഴുതാനുള്ള ഒരു ലെറ്റർ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെയിൻ ടംപ് ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് മൈൽ സ്റ്റോൺസ്. നമുക്ക് ഒരു എൻറ്റയർ ഇയറിന് വേണ്ട ഒരു മൈൽ സ്റ്റോൺ സെക്ഷൻ ഉണ്ട് ഇവിടെ. വളരെ നല്ല പേജ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഈ ഒരു പേജ് കണ്ടാൽ തന്നെ നമുക്ക് ഓരോ മന്തും നമുക്ക് എന്തൊക്കെ മൈൽസ് അല്ലെങ്കിൽ ഗോൾസ് സെറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് എൻറ്റയർലി ഫുൾ പേജ് നമുക്ക് കാണാൻ പറ്റും. 2 പേജായിട്ട് ഒരു ഫുൾ ഇയർ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൽ എഴുതാൻ പറ്റും. ഒന്നല്ലെങ്കിൽ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ എവറി മന്ത് ഈ ഒരു സെക്ഷൻ എടുത്തിട്ട് നമുക്ക് ആദ്യം എഴുതാം. ഓക്കെ, ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്, ബുക്സ് ടു റീഡ്, മൂവീസ് ടു വാച്ച്. നല്ലൊരു സെക്ഷനാണ് മൂവീസ് ടു വാച്ച്, ബുക്സ് ടു റീഡ് എന്ന് പറയുന്ന സെക്ഷൻ. പിന്നെ ഇവിടെ എന്തോ ക്വിറ്റ് എന്നുള്ളൊരു സെക്ഷനും കൂടെ കാണുന്നുണ്ട്, കറക്റ്റായിട്ട് അറിയുന്നില്ല. ഇതാണ് മന്ത്ലി ഗ്രിഡ്. ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാനോ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, അല്ലെങ്കിൽ മന്ത്ലി ഡെയിലി പ്ലാൻ ചെയ്യാനോ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പേജായിട്ടോ നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് എക്സ്പെൻസ് ട്രാക്കർ. എക്സ്പെൻസ് ട്രാക്കറും എനിക്ക് നല്ല ഇഷ്ടമായി. ഭയങ്കര സിമ്പിളായിട്ടുണ്ട്, പക്ഷേ എന്നാൽ ഞാൻ പറഞ്ഞ നല്ല ക്യാച്ചി ആയിട്ടുള്ള ഒരു പേജായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പേപ്പർ ക്വാളിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഏത് പെൻ വെച്ച് എഴുതിയാലും അപ്പുറത്തേക്കാവില്ല. ഇതാണ് നമ്മൾ അപ്പോഴേ കണ്ടത്. ഇടയിൽ ഒരു ചെറിയൊരു പാർട്ട് കണ്ട ഒരു പേജാണ്. റിമൈൻഡേഴ്സ്, ടോപ്പ് പ്രയോറിറ്റീസ്, ഹാബിറ്റ്സ് ടു അഡോപ്റ്റ്, ഹാബിറ്റ്സ് ടു ക്വിറ്റ്. ഹാബിറ്റ്സ് ടു അഡോപ്റ്റും ഹാബിറ്റ്സ് ടു ക്വിറ്റ് എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട്. സോ നമുക്ക് അഡാപ്റ്റ് ചെയ്യേണ്ട ഹാബിറ്റ്സ് നമുക്ക് ഇവിടെ നോട്ട് ഡൗൺ ചെയ്യാം. ഏതൊക്കെ ഹാബിറ്റ്സ് ആണ് ക്വിറ്റ് ചെയ്യേണ്ടത് അതും നമുക്ക് ഇവിടെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. നമുക്ക് മെയിൻലി വരുന്ന ടോപ്പ് പ്രയോറിറ്റീസ് നമുക്ക് ഇവിടെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ആൻഡ് ഓഫ് കോഴ്സ് റിമൈൻഡേഴ്സ്. മന്ത്ലി ഗ്രിഡ് ഇതാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, നമുക്കെല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റും. ഓൾ ടുഗദർ മന്ത് വൈസ് നമുക്ക് പ്ലാൻ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഓക്കെ, എവറി മന്ത് അവർക്ക് ഓരോ കോട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഇടയിൽ അതിൻ്റെ കോട്ടുകളൊക്കെയാണ് കാണുന്നത്. ഭയങ്കര കളർഫുള്ളായിട്ടുള്ള, ഭയങ്കര ക്യാച്ചി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു പ്ലാനർ. സോ നിങ്ങൾക്കിത് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും വാങ്ങാം. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത പ്ലാനറിലോട്ട് പോവാം. അടുത്തത് ഒരു അൺഡേറ്റഡ് പ്ലാനറാണ്. ഫൈൻഡ് യുവർ ബാലൻസ് 2022. നമുക്കിത് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അൺഡേറ്റഡ് ആണ്, പക്ഷേ ഇത് ഈ വർഷം ഇറങ്ങിയ അൺഡേറ്റഡ് മന്ത്ലി പ്ലാനറാണ്. നമുക്ക് 2 കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് സേജ് ഗ്രീനും ഒന്ന് സിനമൺ ബ്രൗണും. ഓക്കെ, സോ നമുക്ക് സിനമൺ ബ്രൗൺ നോക്കാം. പ്രൈസ് വരുന്നത്, ഒറിജിനൽ പ്രൈസ് 1599 റുപ്പീസാണ്. ഇപ്പോൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആമസോണിൽ ഓഫർ ഉണ്ട്, 400 റുപ്പീസ് സേവ് ചെയ്യാം. സോ നമുക്ക് പ്രൈസ് വരുന്നത് 1199 റുപ്പീസാണ്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സും കൂടെ ആദ്യം നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ പേജസൊക്കെ നോക്കാം. പ്ലാനറിൻ്റെ സൈസ് വരുന്നത് B5 സൈസാണ്. അതേമാതിരി പേജ് ക്വാളിറ്റി 90 GSM ആണ്. ഓക്കെ ആണ്. നമ്മൾ മുമ്പ് കണ്ട അത്ര ക്വാളിറ്റി ഇല്ല. നേരത്തെ കണ്ട രണ്ടും 120 GSM ഉണ്ടായിരുന്നു. ഇത് 90 GSM മാത്രമേ ഉള്ളൂ. 310 പേജസ് ഉണ്ട്. ജേർണൽ പ്രോംപ്റ്റ്സ് ഫോർ സെൽഫ് ഡിസ്കവറി ആൻഡ് റിഫ്ലക്ഷൻ. കണ്ടെയ്ൻസ് ഐഡിയ ബോർഡ്, മോർണിംഗ്, എനിക്ക് തോന്നുന്നു വിഷൻ ബോർഡാണ് ഐഡിയ ബോർഡ്, മോർണിംഗ് അഫർമേഷൻസ്, വിഷ് ലിസ്റ്റ്, important dates and more, yearly, monthly and daily planning spreads, habit tracker, mood tracker, budget tracker, free planning, stickers and bookmarks. ഇതിൽ സ്റ്റിക്കേഴ്സും ബുക്ക് ഒക്കെ ഉണ്ട്. ഗോൾഡ് ഫോയിലാണ് കവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നോൺ ബ്ലീഡിങ് ഞാൻ പറഞ്ഞ പോലെ 90 GSM ആണ്, അതാണ് അവർ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഫോട്ടോസും കൂടെ നോക്കിയിട്ട് നമുക്ക് അടുത്ത പ്ലാനിലോട്ട് പോവാം. സോ ഇതാണ് ഞാൻ ചൂസ് ചെയ്തത്. സിനമൺ ബ്രൗൺ കളറാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ കളർ ചൂസ് ചെയ്യാം. ഓക്കെ, ഫൈൻഡ് യുവർ ബാലൻസ് 12 മന്ത് പ്ലാനർ. ഞാൻ പറഞ്ഞ പോലെ ഗോൾഡ് ഇതിലാണ്, ലെറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് സ്റ്റിക്കേഴ്സ് വരുന്നത്. ഒരു കുറച്ച് ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. ഒരു പ്ലാനറിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡീസൻറ്റ് സ്റ്റിക്കറാണ്. എത്ര പേജുണ്ട് സ്റ്റിക്കേഴ്സിൻ്റെ, എത്ര ഷീറ്റുണ്ട് നമുക്കുള്ളത്, എത്ര തരുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. സോ ന്യൂ ഇയർ ന്യൂ മീ. ഇതിൽ മൈ സ്ട്രെങ്ത്സ്, ക്വാളിറ്റീസ് ഐ നീഡ് ടു വർക്ക് ഓൺ, ഹാബിറ്റ്സ് ഐ വാണ്ട് ടു ബിൽഡ്, ഹാബിറ്റ്സ് ഐ വാണ്ട് ടു ക്വിറ്റ്. നമ്മൾ കഴിഞ്ഞ പ്ലാനറിലും അത് കണ്ടിട്ടുണ്ടായിരുന്നു, ഹാപ്പി വേഗൻ്റെ ബൊട്ടാണിക്കൽ പ്ലാനറിലും. മൈ സ്ട്രെങ്ത്, ക്വാളിറ്റീസ് ഐ നീഡ് ടു വർക്ക് ഓൺ.
എൻ്റെ സ്ട്രെങ്ത് ആണെന്ന് എഴുതാം. അതിനുശേഷം നമുക്ക് എന്തൊക്കെ ക്വാളിറ്റീസാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ഹാബിറ്റ്സ് ടു ബിൽഡ്, ഹാബിറ്റ്സ് ടു ക്വിറ്റ്, നല്ല സെക്ഷനാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ വാട്ട് ആർ ദ ഗോൾസ് ഫോർ ദിസ് ഇയർ എന്നാണ് തോന്നുന്നത്. പിന്നെ വാട്ട് ആർ മൈ ബിഗ്ഗസ്റ്റ് ഡിസ്ട്രാക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടെണ്ണം എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല, അറിയാത്തത് വായിച്ചിട്ട് കാര്യമില്ലല്ലോ, തെറ്റായി പറഞ്ഞുതരാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇതാണ് എനിക്ക് തോന്നുന്നു ഡെയിലി പേജ് വരുന്നത്. അൺഡേറ്റഡ് പ്ലാനർ ആയതുകൊണ്ട് നമുക്ക് ഡേറ്റ് എഴുതണം. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ എന്ന് പറഞ്ഞിട്ടൊരു ലൈൻ ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ലൈൻ മാതിരി. ടോപ്പ് പ്രയോറിറ്റീസ് ഓഫ് ദി ഡേ, നമുക്ക് 3 പ്രയോറിറ്റീസ് അന്നത്തെ എഴുതാം. ടു ഡു ലിസ്റ്റ് ഉണ്ട്, അതിൽ തന്നെ അവർ 2 സെക്ഷനാക്കി കൊടുത്തിട്ടുണ്ട്. വർക്ക് ലിസ്റ്റും പേഴ്സണൽ ലിസ്റ്റും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ദ വർക്ക് ലിസ്റ്റായിട്ടും പേഴ്സണൽ, ഈ ഒറ്റ പ്ലാനർ തന്നെ നമുക്ക് 2 രീതിയിലും യൂസ് ചെയ്യാം. ചിലവർ 2 പ്ലാനർ വെക്കാറുണ്ട്, വർക്ക് പ്ലാനറായിട്ടും പേഴ്സണൽ പ്ലാനറായിട്ടും. പേഴ്സണൽ യൂസിനുള്ള പ്ലാനറായിട്ടും ഉപയോഗിക്കുന്നവർക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് ഒറ്റ പ്ലാനറിൽ നമുക്ക് ടു ഡു ലിസ്റ്റ് എഴുതാം. അതിൽ തന്നെ ഹൈലൈറ്റ്സ് ഓഫ് ദി ഡേ, റേറ്റ് യുവർ ഡേ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അത് നല്ലൊരു സെക്ഷനാണ്. ഇതുവരെ ഞാൻ ഒരു പ്ലാനറിലും, ഇതുവരെ നമ്മൾ കണ്ടതിൽ ഒരു പ്ലാനറിലും ഞാൻ കണ്ടിട്ടില്ല റേറ്റ് യുവർ ഡേ. അതും സ്പെഷ്യലി നമുക്ക് വർക്ക് ഡേയും പേഴ്സണൽ ഡേയും 2 സെക്ഷനും നമുക്ക് റേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. സോ ആക്ച്വലി ഐ ലൈക്ക് ദിസ് പ്ലാനർ, നല്ലൊരു പ്ലാനറാണ്. അതും വലിയ ഫുൾ സെക്ഷൻ, ഫുൾ പേജൊന്നുമല്ല കൊടുത്തിരിക്കുന്നത്. ഒരു പേജിനെ തന്നെ 2 ചെറിയ ക്വാർട്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മന്ത് അറ്റ് ഗ്ലാൻസ്, നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നു. ഭയങ്കര സിമ്പിൾ ആയിട്ടുണ്ട്, വലിയ വർക്ക്സോ ഡിസൈൻസോ അങ്ങനെയൊന്നുമില്ല. സൈഡിലൊരു നോട്ട് സെക്ഷൻ ഉണ്ട്, ബർത്ത്ഡേ സെക്ഷൻ ഉണ്ട്, താഴെ ഒരു നോട്ട് സെക്ഷൻ ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ, ബർത്ത്ഡേസ് എല്ലാം നോട്ട് ഡൗൺ ചെയ്യാം. ബർത്ത്ഡേസ് ആയിട്ട് തന്നെ വേണം നോട്ട് യൂസ് ചെയ്യണമെന്നില്ല, നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും സ്ക്രിബിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം അടുത്ത പേജ് വരുന്നത് മന്ത് ഓഫ് ദ പറഞ്ഞിട്ട്, എനിക്ക് തോന്നുന്നു ഒന്നല്ലെങ്കിൽ മന്ത് ഹൈലൈറ്റ്സ് ആയിരിക്കും. പിന്നെ കുറച്ച് ആക്ടിവിറ്റീസ് മാതിരി, വാട്ട്സ് യുവർ ചൈൽഡ്ഹുഡ് ഡ്രീം, വാട്ട്സ് യുവർ ഡ്രീം നൗ എന്ന് പറഞ്ഞിട്ട് ചില ജേർണലിംഗ് പേജസ് കൊടുത്തിട്ടുണ്ട്. ബുക്സ് ടു റീഡ്, പ്ലേസസ് ടു വിസിറ്റ്, സ്കിൽ ടു അക്വയർ, വിഷ് ലിസ്റ്റ്, ഇതൊക്കെ നല്ല നല്ല പേജസ് ആണ് കേട്ടോ. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങി നോക്കോളൂ. എനിക്ക് വളരെ ഇഷ്ടമായി ഈ ഒരു പ്ലാനർ. ഒരുപാട് ഡിസൈൻസോ ആർട്ട് വർക്കോ അങ്ങനെയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട്, പക്ഷേ എല്ലാ കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പുതിയ പുതിയ കോളങ്ങൾ, ജേർണൽസിന്, സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന്, വർക്ക് ഡേ എല്ലാം സ്പെസിഫൈ ചെയ്ത് നമുക്ക് പ്ലാൻ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു പ്ലാനർ പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത പ്ലാനറിലോട്ട് പോവാം. അടുത്ത പ്ലാനർ പ്രണിത കൊച്ചറിക്കർ എന്ന് പറയുന്ന, അതന്നെയാണ് തോന്നുന്നു പ്രൊണൗൺസ് ചെയ്യുന്നത്, അവരുടെ ഒരു പ്ലാനറാണ്. സോ നമുക്ക് 2 കവർ പേജ് അവൈലബിൾ ആണ്. ഒന്ന് വർക്ക് ലൈഫ് ബാലൻസ് അൺഡേറ്റഡ് പ്ലാനറും, ഇതും അൺഡേറ്റഡ് പ്ലാനറാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഡെസ്റ്റിനി അൺഡേറ്റഡ് പ്ലാനറും നമുക്ക് അവൈലബിൾ ആണ്. അതേമാതിരി അവരുടെ 2022 ഡെസ്ക് കലണ്ടർ, വാൾ കലണ്ടർ എല്ലാം അവൈലബിൾ ആണ് കേട്ടോ നമുക്ക്. സോ നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ള പ്ലാനർ നോക്കാം. 2 കവർ പേജിൻ്റെയും ഒരേ പ്രൈസ് തന്നെയാണ്. ഒറിജിനൽ പ്രൈസ് 3198 റുപ്പീസാണ്. ഇപ്പോൾ ഓഫർ പ്രൈസിൽ നമുക്ക് 1599 റുപ്പീസിനാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമുക്ക് ഇത് ആദ്യത്തെ ക്ലിക്ക് ചെയ്ത് നോക്കാം. വർക്ക് ലൈഫ് ബാലൻസ് പ്ലാനർ. ഓക്കെ, എല്ലാം ഒരുപാട് കവർ പേജസ്, ഒരു ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ പറ്റും എന്തൊക്കെയാണ് എന്നുള്ളത്. നമുക്ക് പ്രൈസ് പറഞ്ഞല്ലോ 1599 റുപ്പീസാണ്. സോ ഇതിൽ പ്ലാനർ സൈസ് വരുന്നത് A5 ആണ്. മാറ്റ് ഹാർഡ് കവർ, 100 GSM തിക്ക് പേപ്പറാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. സ്പൈറലാണോ ഹാർഡ് ബൗണ്ടാണോ? ഹാർഡ് ബൗണ്ടാണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഹാർഡ് ബൗണ്ടാണ്. പ്ലാനറിൽ അൺഡേറ്റഡ് പ്ലാനറാണ്, നമുക്ക് ഇപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൽ ലെറ്റർ ടു യുവർ സെൽഫ് ഉണ്ട്, കരിയർ ഗോൾസ് ഉണ്ട്, പേഴ്സണൽ ഗോൾസ് ഉണ്ട്, മെൻ്റൽ ഹെൽത്ത് ഫീലിംഗ് വെൽ ഉണ്ട്, finance goals and monthly habit tracker, dream board to manifest, like vision board, something like that. 50 fun things to do to bring in rest and play, and the fun activities are done. 12 dividers for 12 months.
Each month is divided by vibrant artwork. These act as dividers. 12 quotes that works as reminders. 12 work play tips plus exercises to schedule the rest and play into your mouth. into your month. Every monthly section la namka monthly goals planning, monthly appointment view, finance section, habit tracker, mental health mood tracker, monthly end reflection page. Every month namka oru monthly end reflection page unda, weekly spread food daily planner. ഓരോ പേജ് ഓരോ മന്തിലും 5 വീക്ക് വീതം കൊടുത്തിട്ടുണ്ടായെന്നാണ് പറയുന്നത്. ഒരു ഈ പ്ലാനറുടെ അവസാനം നമുക്ക് സ്പേസ് ടു മാനിഫെസ്റ്റ് ന്യൂ ഇയർ ഡ്രീംസ്, സ്പേസ് ഫോർ നോട്ട്സ്, 2 സ്റ്റിക്കർ ഷീറ്റ്സും നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഒന്ന് ഫങ്ഷനിലും ഒന്ന് ഫൺ സ്റ്റിക്കർ ഷീറ്റുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വെള്ളം തയ്ക്കുന്നത്. നമുക്ക് ഇനി പേജസ് നോക്കാം. ഇതാണ് കവർ പേജ്. ഇതാണ് ഈ ഒരു കവർ പേജാണല്ലോ നമ്മൾ ചൂസ് ചെയ്തത്. സോ ഇതാണ് ആദ്യത്തെ പേജ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, നന്നായിട്ടുണ്ട്. ഇതാണ് ബാക്ക് ഫോട്ടോ അതിൻ്റെ. ഇനി നമുക്ക് ഓരോ പേജസ് ആയിട്ട് നോക്കാം. ഇതാണ് ഇയർലി വ്യൂ വരുന്നത്. നമുക്കിത് ഓരോ സെക്ഷനായിട്ട് ഏതൊക്കെ ഇയർ കൊടുത്തിട്ട് നമുക്ക് ഇത് ഡേറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ നമുക്ക് 2 സെക്ഷനാക്കി ഡിവൈഡ് ചെയ്തിട്ട് കറണ്ട് ഇയറുടെ ഒരു വ്യൂ പേജും പ്രസൻറ്റ് വ്യൂ പേജുമായിട്ട് നമുക്ക് ഓരോ ഈച്ച് ഗോൾ കാറ്റഗറി ആയിട്ട് നമുക്ക് കൊടുത്ത് നോക്കാം. ഓരോ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഹെൽത്ത്, പേഴ്സണൽ, ഫിനാൻസ് അങ്ങനെ പറഞ്ഞിട്ട് കൊടുത്ത് നോക്കാം. അങ്ങനെയുള്ള സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത പേജ് വന്നിട്ട് ഇതെല്ലാം നമ്മൾ ന്യൂ ഇയർ തുടങ്ങുന്നതിന് മുൻപ് തന്നെ എഴുതേണ്ട കാര്യങ്ങളാണ്. കരിയർ ഗോൾസ്, കുറേ എക്സസൈസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യണം. വാട്ട് ആർ ദ പ്രോബ്ലംസ് യു ആർ എക്സ്പീരിയൻസ് ഇൻ യുവർ കരിയർ, ഐ എം അൺഎബിൾ ടു എന്ന് പറഞ്ഞിട്ട് എല്ലാം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ലൈഫ് ഒരു ജേർണൽ കം പ്ലാനറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലെറ്റ്സ് പ്ലാൻ പറഞ്ഞിട്ടൊരു പുതിയൊരു സെക്ഷൻ ഉണ്ട്, ഒരു ബ്രെയിൻ ഡംപ് സെക്ഷൻ ഉണ്ട്. ഓക്കെ, ഇതാണ് അവർ പറഞ്ഞ മെൻ്റൽ ഹെൽത്ത് വീല്. അതേമാതിരി ഇപ്പുറത്തൊരു പേഴ്സണൽ ഗോൾ സെക്ഷൻ ഉണ്ട്. ഭയങ്കര കളർഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ഓരോ ഇയർലി നമുക്ക് ഇത് ഫില്ല് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇയർലി ആണോ മന്ത്ലി ആണോ ഈ ഒരു മെൻ്റൽ ഹെൽത്ത് സെക്ഷൻ എന്നുള്ളത് എനിക്കറിയുന്നില്ല. കൂടുതൽ എൻലാർജ് ചെയ്യുമ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല കേട്ടോ. ഓക്കെ, ഇതാണ് വിഷൻ ബോർഡ്. അവർ എഴുതിയിരിക്കുന്നത് ഡ്രീം ബോർഡ്. ഓക്കെ, അടുത്തത് 50 ഫൺ തിങ്സ് ടു ഡു. 50 തിങ്സ് ടു ഡു നമുക്കിവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്യാം. പക്ഷെ അത്രയും ഞാൻ എഴുതില്ല. 50 തിങ്സ് ഒന്നും എനിക്ക് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കാനൊന്നുമില്ല. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എഴുതാം. ഓക്കെ, ഇതാണ് മന്ത്ലി സെക്ഷൻ. എന്താ പറയുക, മോട്ടിവേഷണൽ കോട്ട് വരുന്നത് എന്ന് തോന്നുന്നു. ഇതെന്താ മന്ത്ലി അവർ കൊടുക്കുന്ന ഓരോ ഇതാണെന്ന് തോന്നുന്നു, ജേർണൽസ് മാതിരി ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് വാട്ട് ആർ ദ ബൗണ്ടറീസ് യു സ്ട്രഗിൾ ടു ലേ ഇൻ മൈ വർക്ക് ലൈഫ്. ഇതൊരു വർക്ക് പേഴ്സണൽ പ്ലാനറാണോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വർക്ക് എന്താ പറയുക ഇമ്പ്രൂവ്മെൻറ്റിനും ഒക്കെ ചെയ്യാനുള്ള നമ്മുടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനറാണ്. ഓക്കെ, എത്ര ഓക്കെ അല്ലേ, ഞാൻ കുറേ ഓക്കെ പറഞ്ഞില്ല ഇപ്പം തന്നെ. ഏകദേശം ബാക്കി എല്ലാ പേജസും ഒരേപോലെ തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറേ നമുക്ക് ഡൂഡിൽസ് ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊക്കെ ചെയ്യാൻ ക്ഷമയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. എനിക്ക് അത്ര ക്ഷമയില്ല, ഇതൊന്നും ഫുള്ളായിട്ടിരുന്ന് എഴുതാനൊന്നും അത്ര ക്ഷമയില്ല. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഹാബിറ്റ് ട്രാക്കർ, ഫിനാൻസ് ട്രാക്കർ ഉണ്ട്. ഓക്കെ, മെൻ്റൽ ഹെൽത്ത് ട്രാക്കർ. മെൻ്റൽ ഹെൽത്ത് ട്രാക്കർ കൊടുത്തിരിക്കുന്ന രീതി വളരെ നന്നായിട്ടുണ്ട് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മന്ത്ലി പേജസും കൂടെ നോക്കിയിട്ട് നിർത്താം. ഇതാണ് മന്ത്ലി സെക്ഷൻ വരുന്നത്. അൺഡേറ്റഡ് പ്ലാനറാണോ എന്ന് പറഞ്ഞു, പക്ഷേ സ്റ്റിൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡേറ്റ് മാത്രം എഴുതി കൊടുത്താൽ മതി. സാറ്റർഡേ സൺഡേ മാത്രം ചെറിയ സെക്ഷൻ, ബാക്കി എല്ലാത്തിനും നല്ല ഗ്യാപ്പുണ്ട്. സാറ്റർഡേ സൺഡേ എന്താണോ വർക്ക് ചെയ്യേണ്ടേ,
സാറ്റർഡേ സൺഡേയും വർക്ക് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. സോ ആ ഒരു സെക്ഷൻ മാത്രം വളരെ ചെറുതായി തോന്നി. പിന്നെന്താ, ഇതാണ് ലാസ്റ്റുള്ള നോട്ട് സെക്ഷൻ. മന്ത്ലി റിഫ്ലക്ഷൻ സെക്ഷൻ. എവറി മന്ത് എൻഡിൽ വർക്കും പേഴ്സണലും അവർ രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൊള്ളാം. ബട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, ഒരുപാട് ഡൂഡിൽസ് ഉണ്ട് ചെയ്യാൻ. അപ്പോൾ ഇത്ര ക്ഷമയോടെ ചെയ്യോ എന്നുള്ളത് എനിക്കൊരു സംശയമാണ്. ഞാൻ ഇത്രയൊന്നും പ്രിഫർ ചെയ്യില്ല. ഇത്രയും വർക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപാട് വർക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. ഇത് ചെയ്യാൻ തന്നെ കുറേ സമയം പോകുന്ന എൻ്റെ അഭിപ്രായം കേട്ടോ. സോ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ, മെൻ്റലി വർക്ക് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് നല്ലൊരു പ്ലാനറാണ്. അടുത്ത പ്ലാനർ ഓഡ് ജിറാഫിൻ്റെ ഒരു പ്ലാനറാണ്. ഇതിൽ പല പ്രൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. എന്താണ് വ്യത്യാസം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എന്തോ 2-3 എനിക്ക് തോന്നുന്നു അവരുടെ പാക്കിലും ഡിസൈൻസിലൊക്കെ വ്യത്യാസമുണ്ട്. അവർക്ക് തരുന്ന ബണ്ടിൽ വ്യത്യാസമുണ്ട് എന്ന് തോന്നുന്നു. ശരിക്കുള്ള പ്രൈസ് വരുന്നത് ഇതാണ്. അതിലേറ്റവും ഫുള്ളായിട്ടുള്ളൊരു പ്ലാനറായിട്ട് എനിക്ക് തോന്നിയത് 1699 റുപ്പീസാണ്. സോ വൈൽഡ് ഫ്ലവർ പ്ലാനർ, നമുക്ക് ഇത് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഈ പ്ലാനറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അയ്യോ ഫുൾ ഫോട്ടോസാണല്ലോ ആദ്യം വരുന്നത്. ഓക്കെ, നമ്മൾ ഒരുപാട് സ്ക്രോൾ ചെയ്ത് താഴെ പോയിട്ടുണ്ട്. ഓക്കെ. ഈ പ്ലാനറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒപ്പം ഫ്രീ സ്റ്റിക്കേഴ്സ് സെറ്റും പ്ലസ് സ്റ്റിക്കർ പാക്ക് വിത്ത് എവറി 2022 പ്ലാനർ. ഇനി മറ്റേ പ്ലാനറിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കട്ടെ. കാരണം രണ്ടിനും 2 പ്രൈസ് കാണുന്നു. സോ നമുക്ക് ഈ പ്ലാനറിൻ്റെ കൂടെ എന്താണെന്നുള്ളത് നോക്കാം. ഇതിലും അതേ തന്നെയാണല്ലോ. ഓക്കെ, നമുക്ക് രണ്ടും റിവ്യൂ ചെയ്യാം കേട്ടോ, എന്താണ് പ്രത്യേകതകളെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് 1499 റുപ്പീസാണ്. സോ നമുക്ക് ആദ്യം 1499 റുപ്പീസ് നമുക്ക് ആദ്യം എന്താണെന്നുള്ളത് നോക്കാം. അതിനുശേഷം 1699 എന്താണ് പ്രത്യേകത എന്നുള്ളത് നോക്കാം. ഓക്കെ, ആദ്യം ഇതിലവർ ഫീച്ചേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഓർഗനൈസ്ഡ് ഫൺ ആൻഡ് സിമ്പിൾ പ്ലാനർ, ഇയർ മന്ത് വീക്ക്ലി വ്യൂസ് ഉണ്ട്, നോട്ട്സ് പേജ് ഉണ്ട്, ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് സ്റ്റിക്കേഴ്സ്, മന്ത്ലി ഗോൾസ്, റിഫ്ലക്ഷൻ, ഹാബിറ്റ് ട്രാക്കർ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇനി ഫോട്ടോസ് നോക്കിയാൽ മാത്രമേ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ ഉള്ളത് എന്നുള്ളത് അറിയുള്ളൂ. സോ നമുക്ക് ഫോട്ടോസ് നോക്കാം. എൻലാർജ് ആവില്ല എന്ന് തോന്നുന്നു. ഓക്കെ, സോ ഇതാണ് ഫോട്ടോസ്. ഇതാണ് നമ്മൾ ഓരോ കവർ പേജും നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് ഞാൻ ചൂസ് ചെയ്തത്. സോ യു ഹാവ് ഗോട്ട് ദിസ്. ഓക്കെ, ഇതിൽ 3 സ്റ്റിക്കർ ഷീറ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല സ്റ്റിക്കേഴ്സായിട്ടാണ്, ഭയങ്കര 3D ഇഫക്റ്റിലുള്ള സ്റ്റിക്കേഴ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല വൈബ്രൻറ്റ് കളറാണ്. മന്ത്ലി ആർട്ട് വർക്ക് ഉണ്ട്. ഇതാണ് സെപ്റ്റംബറിൻ്റെ ആർട്ട് വർക്ക്. ഓക്കെ, ഒരു ഗേർലി കൈൻഡ് ഓഫ് തീമാണ് കേട്ടോ ഇതിന്, ഈ ഒരു പ്ലാനർ. ഇതാണ് വീക്ക് വ്യൂ. ഞാൻ നേരത്തെ കഴിഞ്ഞ പ്ലാനറിൽ കംപ്ലൈൻറ്റ് പറഞ്ഞ മാതിരി തന്നെ ഇതിലും സാറ്റർഡേ സൺഡേ വളരെ ചെറിയ സ്പേസ് കോളാണ്. ബാക്കി എല്ലാത്തിനും സ്പേസ് ഉണ്ട്. അത്യാവശ്യം നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഗ്രാറ്റിറ്റ്യൂഡായിട്ടും നോട്ട് ടു ഡു ലിസ്റ്റായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് പേജായിട്ടും എങ്ങനെ ചുമ്മാ ഡയറി എഴുതാനാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് സാറ്റർഡേ സൺഡേ വളരെ ചെറുതാണ്. ചെറിയ 2 കോളങ്ങളായിട്ടേ കൊടുത്തിട്ടുള്ളൂ. ഇതാണ് ഗ്രിഡ് വ്യൂ. നമുക്ക് ഫുൾ ഡേ പ്ലാൻ ചെയ്യാനുള്ള ഒരു മന്ത്ലി ഗ്രിഡ് വ്യൂ ഇതാണ്. ഇതിൽ വേറെ സ്പേസ് നോട്ട് സെക്ഷൻ ഒന്നും കാണാനില്ല. ഓക്കെ, ഇതാണ് മെയ് സെക്ഷൻ വരുന്നത്. ഗോൾസ് ആൻഡ് ഹാബിറ്റ് ട്രാക്കർ ഇതാണ്. പക്ഷേ എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വായിക്കാൻ പറ്റുന്നില്ല. ഇതാണ് നോട്ട്സ് ആൻഡ് റിഫ്ലക്ഷൻ പേജ്. നോട്ട് സെക്ഷൻ ബ്ലാങ്ക് ആണ്, റൂൾഡ് ആണ്. റിഫ്ലക്ഷൻ പേജ് മന്ത് എൻഡിലുള്ള റിഫ്ലക്ഷൻ പേജാണ്. എനിക്ക് തോന്നുന്നു 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അത് നമ്മൾ ആൻസർ ചെയ്യണം. ബാക്കിലൊരു പോക്കറ്റ് പേജ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത്രയും ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുള്ളൂ. സോ നമുക്ക് മറ്റേ പ്ലാനർ അവരുടെ ഒറിജിനൽ ആയിട്ടുള്ള 1699 പ്ലാനറിലേക്ക് തന്നെ പോവാം. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സോ അത്രയും ഡീറ്റെയിൽസ് അതിൽ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ ആയിരിക്കും കേട്ടോ. ഇതിലും ഫീച്ചേഴ്സിൽ പ്രത്യേകിച്ചൊന്നും കൊടുത്തില്ല. നമുക്ക് ഫോട്ടോസ് നോക്കാം. ഇതാണ് വൈൽഡ് ഫ്ലവർ, ഒരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് ഇതിലും. പക്ഷേ ഒരു പിങ്കി ടോണുള്ളൊരു ഫ്ലോറൽ ഡിസൈനാണ്. ഓക്കെ, ഇതാണ് മെയ് സെക്ഷൻ വരുന്നത്. ഓക്കെ, ജാനുവരി
ടു ഡു ജാനുവരി ഗ്രിഡ് വ്യൂ ആണ് ഇത്. ഓക്കെ, നമുക്ക് അവർ പറഞ്ഞ പോലെ ഒരു സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. സോ നമുക്ക് അത് സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് നമുക്ക് ടു ഡു ലിസ്റ്റായിട്ടോ ഗ്രാറ്റിറ്റ്യൂഡായിട്ടോ ഒക്കെ എഴുതാം. അല്ല ഡെയിലി ആക്ടിവിറ്റീസ് നമുക്ക് നോട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ അത് എഴുതാം. സെയിം തന്നെ കേട്ടോ. ഇതിലിപ്പോൾ എന്താ പ്രൈസിന് വ്യത്യാസം എന്നുള്ളത് എനിക്ക് അറിയില്ല. ഓക്കെ, ഇതിൽ മന്ത്ലി ഗ്രിഡിൽ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒക്കെ അവർ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എല്ലാം അവർ ഇതിൽ പ്രിൻറ്റഡ് ആണ്. ഗോൾസ് പേജ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ ഗ്രേറ്റ്ഫുൾ 3 things ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ, സ്കിൽസ് ഐ എം പ്രാക്ടീസിങ്, ബുക്സ് ഐ എം റീഡിങ്, ഗോൾസ് ഫോർ ദ മന്ത്, ബ്രെയിൻ ഡംപ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 4 കോളം ചെറിയ സെക്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മന്ത്ലി ഗോൾസ് ആണോ ഇയർലി ഗോളാണോ എന്നുള്ളത് മനസ്സിലാവില്ല. എനിക്ക് തോന്നുന്നു മന്ത്ലി ഗോൾ ആയിരിക്കും, എന്നാലേ ഇത് യൂസ്ഫുൾ ആവുള്ളൂ. ഹാബിറ്റ് ട്രാക്കർ പേജ് ഉണ്ട്, നല്ല വലിയ സെക്ഷൻ ഓഫ് ഹാബിറ്റ് ട്രാക്കർ പേജ്. റിഫ്ലക്ഷൻ പേജ് ഉണ്ട്. റിഫ്ലക്ഷൻ പേജിൽ ഒന്നും കണ്ണി കാണണില്ല ഈശ്വര. ഓക്കെ, റിഫ്ലക്ഷൻ പേജിൽ ഫസ്റ്റ് നോട്ട്സ് ഓർ ഡൂഡിൽ, പിന്നെ വരുന്നത് ഹൗ ഇസ് ദ ഫോക്കസ് ഫോർ ദ മന്ത് ഗോ, ഹൗ ദ ഫോക്കസ് ഫോർ ദിസ് മന്ത് ഗോ, വാട്ട് വർക്ക്ഡ്, വാട്ട് ഡിഡൻറ്റ് വർക്ക്ഡ്, മൈ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദിസ് മന്ത് എന്ന് പറഞ്ഞിട്ട് ഒരു 4 സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഏപ്രിൽ കവർ പേജ്. ഫുൾ ഒരു പേജ് ഹോളിഡേയ്സ് എന്ന് മാത്രം കൊടുത്തിട്ടൊരു ഫുൾ പേജ് കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു പ്ലാനറിൽ കാണുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇതിലെന്താണ് പ്രൈസിന് വ്യത്യാസം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. രണ്ടിനും 2 പ്രൈസാണ് കാണുന്നത്. ഒന്ന് 1499 ഒന്ന് 1699 കാണുന്നത്. സോ വി ഡോണ്ട് നോ വാട്ട്സ് ദ ഡിഫറൻസ്. ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള പ്ലാനർ മതിയെങ്കിൽ സ്റ്റിക്കേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമുക്ക് വേണമെങ്കിൽ സ്റ്റിക്കേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് ഓർഡർ ചെയ്യാം. സോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്ലാനറാണ് ഇഷ്ടമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. നമുക്ക് ഇനി അടുത്ത പ്ലാനറിലോട്ട് പോവാം. ഓക്കെ, അടുത്ത പ്ലാനർ വരുന്നത് ഗാസോ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു പ്ലാനറാണ്. നമുക്ക് 2 ടൈപ്പിൽ നമുക്ക് പ്ലാനർ അവൈലബിൾ ആണ്. അൺഡേറ്റഡ് പ്ലാനേഴ്സ് ആണ് കേട്ടോ. ഇത് പ്രൈസ് വരുന്നത് 1790 റുപ്പീസാണ്. നമുക്ക് 2 ടൈപ്പിൽ അവൈലബിൾ ആണ്. ഒന്ന് നേവി ട്രാവൽ പ്ലാനറും ഒന്ന് ക്യൂട്ട് ബ്ലഷ് പ്ലാനറും ആയിട്ടാണ് വരുന്നത്. ന്യൂ അഡ്വെഞ്ചേഴ്സ് ആൻഡ് ഫോറസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന 2 ടൈപ്പിലാണ് നമുക്ക് ഈ പ്ലാനേഴ്സ് വരുന്നത്. സോ നമുക്ക് ഏത് ചൂസ് ചെയ്യണം? നമുക്ക് ക്യൂട്ട് ബ്ലഷ് പ്ലാനർ നോക്കാം. ഓക്കെ, രണ്ടും സെയിം തന്നെയാണ്. കവർ പേജ് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. ഞാൻ പ്രൈസ് പറഞ്ഞ പോലെ 1790 റുപ്പീസാണ്. അൺഡേറ്റഡ് ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് 120 GSM ആണ്. അപ്പോൾ പേപ്പർ നല്ല ക്വാളിറ്റി ഉള്ള പേപ്പറാണ്. സ്പൈറൽ ബൗണ്ട് ആണ്. മന്ത്ലി ടാക്സ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. A5 സൈസാണ് ഇതിൽ സൈസ് വരുന്നത്. ഇതിൽ ഗോൾസ് ഉണ്ട്, വിഷ് ലിസ്റ്റ് ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ്, മന്ത്ലി ഓവർവ്യൂ, ഡെയിലി നോട്ട്സ്, ചെക്ക് ലിസ്റ്റ് ഫോർ ഡെയിലി വാട്ടർ ഇൻടേക്ക്, സ്ലീപ്പ് ട്രാക്കറും ഉണ്ട് കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയാലൊന്നും സ്ലീപ്പ് ട്രാക്കർ കണ്ടിട്ടില്ല. സോ ഹെൽത്ത് ട്രാക്കർ ഉണ്ട്, മന്ത്ലി റിഫ്ലക്ഷൻ പേജ് ഉണ്ട്, മീൽ പ്ലാനർ ഉണ്ട്. ഇതിലാണ് ഞാൻ ആദ്യമായിട്ട് മീൽ പ്ലാനർ സെക്ഷൻ ഇപ്പോഴാണ് കാണുന്നത്. ബ്രെയിൻ ഡംപ് സെക്ഷൻ ഉണ്ട്, നോട്ട് സെക്ഷൻ ഉണ്ട്, പിൻ യുവർ ഫേവറേറ്റ് മെമ്മറീസ്. അത് കൊള്ളാം, നല്ല ഫേവറേറ്റ് മെമ്മറീസ് ഒക്കെ പിൻ ചെയ്യാനുള്ളൊരു സെക്ഷൻ ഉണ്ട്. ക്യൂട്ട് ഇല്ലസ്ട്രേഷൻസ് ഫോർ അവർ ഫോറസ്റ്റ് ഫ്രണ്ട്സ് ത്രൂ ഔട്ട് ദ പ്ലാനർ. എന്തൊക്കെയോ ഇല്ലസ്ട്രേഷൻസ് ഒക്കെ ഉണ്ട്. ആൻഡ് ലോട്ട്സ് ഓഫ് ഫ്രീബീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ നമുക്കിനി ഫോട്ടോസ് നോക്കാം. കേൾക്കുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. സോ ഇതാണ് ഫസ്റ്റ് പേജ് വരുന്നത്. സ്പൈറൽ ബൗണ്ടാണ്, അതും വൈറ്റ് സ്പൈറൽ ബൗണ്ടാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇതാണ് മന്ത്ലി ഗ്രിഡ്. ഒരു ചെറിയൊരു കോട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പിക്ചറാണ് ഉള്ളത്. ഓക്കെ, ഇതാണ് മന്ത്ലി ഓവർവ്യൂ. മന്ത്ലി ഓവർവ്യൂയുടെ സ്പേസ് കുറച്ച് ചെറുതുപോലെ എനിക്ക് തോന്നി. ഒന്ന് എഴുതാൻ രണ്ട് വാക്ക് എഴുതിയാൽ നിറയും. ബട്ട് നന്നായിട്ട് വളരെ സിമ്പിളായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അപ്പോയിൻമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ വായിക്കാൻ കിട്ടുന്നുണ്ട്. ബെറ്റർ ഞാൻ കണ്ണാടി എഴുതിയിട്ട് എനിക്കൊന്നും കണ്ണാടിയിട്ടോ നമുക്ക് വായിക്കാൻ കിട്ടുന്നില്ല. പിന്നെ ഉള്ള എന്ത് പേജാണെന്നുള്ളത് വായിക്കാൻ കിട്ടുന്നില്ല കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. ഇതാണ് മന്ത്ലി ഗ്രിഡ്. ഇവിടെ നമുക്ക് ഒരു സെക്ഷൻ ബ്ലാങ്കും ഒരു സെക്ഷൻ റൂൾഡും ആണ്. അൺഡേറ്റഡ് പ്ലാനറാണ്. സോ ഒരു സെക്ഷനിൽ നമുക്ക് എന്തെങ്കിലും
മെയിനായിട്ടുള്ള പോയിന്റ്സ് റിമെമ്പർ ചെയ്യാനുള്ളത് എഴുതുക, അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റായിട്ടോ എഴുതാം, ഇല്ലെങ്കിൽ വേറൊരു സെക്ഷൻ ഗ്രാറ്റിറ്റ്യൂഡ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് എങ്ങനെയാണോ അത് മാനേജ് ചെയ്യേണ്ടത് അന്നത്തെ ടു ലിസ്റ്റായിട്ട് റൂൾ സെക്ഷനിലും മറ്റേ സെക്ഷൻ ഡെയിലി എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കണം, അങ്ങനെയൊക്കെ എഴുതാം. ബട്ട് ഹിയർ ഓൾസോ ദ സെയിം തിങ്, സാറ്റർഡേ സൺഡേനുള്ള സ്പേസ് വളരെ വളരെ ചെറുതാണ്. മറ്റേതിനൊക്കെ ഫുൾ സെക്ഷൻ കൊടുത്തിട്ട് സാറ്റർഡേ സൺഡേ മാത്രം വളരെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. ആനുവൽ ഗ്രാറ്റിറ്റ്യൂഡ് ചാലഞ്ച് എന്നിട്ടൊരു ചെറിയൊരു ഡൂഡിൽ കാണുന്നു. മന്ത്ലി റിഫ്ലക്ഷൻ പേജ് ഉണ്ട്, ബ്രെയിൻ ഡംപ് എന്നുള്ളൊരു പേജ് ഉണ്ട്. ഇതാണ് മെമ്മറി ലെയിൻ പറഞ്ഞിട്ടൊരു ഫോട്ടോ കൊടുക്കാനുള്ളൊരു പേജ്. മെയിനായിട്ടുള്ള നമുക്ക് ആ മന്ത്ലി ആണോ അതോ ഇയർലി മെമ്മറി ലെയിൻ ആണോ എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. നോട്ട് സെക്ഷൻ ഉണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്ലാനർ. സോ സിമ്പിളായിട്ടുള്ളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ലൊരു പ്ലാനറാണ്. സോ ഞാൻ വിചാരിക്കുന്നു ഈ ഒരു പ്ലാനറോടുകൂടെ നമുക്ക് ഈ ഒരു വീഡിയോ നിർത്താം. ബാക്കിയുള്ള സെക്ഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ബാക്കിയുള്ള 7 പ്ലാനറുണ്ട്, അപ്പോൾ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചോടുകൂടെ ഞാൻ നിർത്തുകയാണ്. ഇനി അടുത്ത പ്രൈസ് റേഞ്ച് വരുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാനേഴ്സാണ് വരുന്നത്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലും ഈ വീഡിയോയും കാണണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് റെഡ് കളറിലായിട്ട് കാണും. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് ബ്ലാക്കിലും ആവും, അതേമാതിരി സബ്സ്ക്രൈബ്ഡ് ആവും, അതേമാതിരി ഒരു ബെൽ ഐക്കൺ വരും, അതിൽ ഓൾ എന്നുള്ളതൊന്നും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.